everyone, welcome to LPG Live. Computer Science Question Paper Series-ന്റെ 4th ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ മറ്റു 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പരമാവധി ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സുകാരുടെ 3rd ചാപ്റ്ററും ഈ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാരുടെ 4th ചാപ്റ്ററും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസുകാരുടെ 3rd ചാപ്റ്റർ വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഇതിൻ്റെ തന്നെ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഈ സീരീസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. Chapter 4 Principles of Programming and Problem Solving. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആക്ച്വലി ഇതിൽ ഒരു 7 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. ആ സ്റ്റെപ്സ് കാണാതെ പഠിക്കുകയും അത് ഓരോ സ്റ്റെപ്പും എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാം. അതിൽ തന്നെ 2-3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 2-3 സെക്ഷൻസ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്ലോ ചാർട്ട്, അൽഗോരിതം ഒക്കെ ഒന്ന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഇസ് കോൾഡ്. 2020-ലും 19-ലും ചോദിച്ചതാണ്. നിങ്ങൾക്കറിയാം, ആൻസർ ഇസ് ഡീബഗിങ്. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 100. ഇപ്പോൾ ഫ്ലോ ചാർട്ട് വരക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ആണ്. ആക്ച്വലി അതിൽ സിമ്പിൾസ് എല്ലാം അറിയാവുന്നതാണെങ്കിൽ അത്യാവശ്യം ഐഡിയ നമ്മളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരക്കാം. നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക. അപ്പോൾ ഇതിൽ ഫ്ലോ ചാർട്ടിൽ എപ്പോഴും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതിന് ടെർമിനൽ എന്ന് പറയുക. ആ ടെർമിനലിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഓവൽ അല്ലെങ്കിൽ എലിപ്സ് ഷേപ്പാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ, ഇൻപുട്ട് ഔട്ട്പുട്ടിന് നമ്മൾ പാരലലോഗ്രാം, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം 1 to 100 പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്തു n = 1, എന്നിൻ്റെ വാല്യൂ 1. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് n എന്ന് പറയുമ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് n = n+1 എന്ന് പറയുമ്പോഴത്തേക്കും 1-ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്തുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 2 ആയി. ഇവിടെ വന്നു 2 < 100 ആണോ എന്ന് ചെക്ക് ചെയ്തു. 2 < 100 ആണല്ലോ. അപ്പോൾ നേരെ ഈ ഫ്ലോയിൽ കൂടി നേരെ ഇങ്ങോട്ട് വന്നു, വീണ്ടും n പ്രിൻറ്റ് ചെയ്തു. അതായത് ഈ പ്രാവശ്യം 2 പ്രിൻറ്റ് ചെയ്തു. ഇവിടെ വന്ന് n വീണ്ടും ഇൻക്രീസ് ചെയ്തു. 2 + 1 3 ആയി. ഇവിടെ വീണ്ടും ചെക്ക് ചെയ്തു 3 < 100 ആണോ, ആണ്. വീണ്ടും ഇങ്ങോട്ട് വന്നു, n പിന്നെയും പ്രിൻറ്റ് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം 3 പ്രിൻറ്റ് ചെയ്തു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും n 100 ആവണ വരെ. അതായത് 1 തൊട്ട് 100 വരെ പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സിമ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഫ്ലോ ചാർട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് വരക്കാം. വാട്ട് ഇസ് ദി യൂസ് ഓഫ് റോംബസ് സിമ്പിൾ? റോംബസ് അല്ലെങ്കിൽ കൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. നെയിം ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഈ 7 സ്റ്റെപ്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡിങ്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഇത് കാണാതെ പഠിക്കുകയും ഇത് ഓരോന്നും എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിൽ ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. യൂസ് പ്രോപ്പർ സിമ്പിൾസ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. നോക്കാം, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിളൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ വരച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞു, സ്റ്റാർട്ടിന് നമ്മൾ ഓവൽ ഷേപ്പ് കൊടുത്തു, ഇൻപുട്ടിന് പാരലോഗ്രാം കൊടുക്കും. ഇവിടെ ഒരു ഡിസിഷനാണ്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റോംബസ് കൊടുക്കും. ഇത് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടാണ്, അപ്പോൾ അവിടെ നമ്മൾ പാരലോഗ്രാം കൊടുക്കും. ഇവിടെ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ ഓവൽ ഷേപ്പ് കൊടുക്കും. നോക്കാം, നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. പാരലോഗ്രാം, റോംബസ്, പാരലോഗ്രാം, സ്റ്റോപ്പ്. Define the following terms: syntax error, algorithm, debugging. സിൻടാക്സ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ റൂൾസും സിൻടാക്സും തെറ്റിക്കുമ്പോൾ വരുന്ന എറേഴ്സ് ആണ് സിൻടാക്സ് എറർ. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുക. ഡീബഗിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാമിലെ എറേഴ്സിനെ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യുന്നതിനാണ് ഡീബഗിങ് എന്ന് പറയുക. ഇംപ്രൂവ്മെൻറ്റ് 2019 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് നോക്കാം. റെക്റ്റാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഫോർമുല നമുക്ക് അറിയണം. റെക്റ്റാങ്കിളിലെ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ സ്റ്റാർട്ട് ഓവൽ ഷേപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ലെങ്ത്ത് ബ്രെഡ്ത്ത് LMB ആണ് നമുക്ക് വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അത് ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏരിയ പ്രിൻറ്റ് ചെയ്തു, പാരലോഗ്രാം വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തു. 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഭയങ്കര ഈസിയാണ്. അടുത്തത് ഒരു അൽഗോരിതം തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്ലോ ചാർട്ട് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ആദ്യം നോക്കാം. n=1 പ്രിന്റ് n എന്ന് പറഞ്ഞാൽ 1 ആദ്യം പ്രിന്റ് ചെയ്തു. ഓക്കെ, n=n+1 എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ 2 ആയി. ഇഫ് n < 10 ഗോ ടു സ്റ്റെപ്പ് 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 < 10 ആയതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് പോയി. അപ്പോൾ n പിന്നെയും പ്രിന്റ് ചെയ്തു. അപ്പോൾ ആദ്യം 1, പിന്നെ 2, പിന്നെ n പിന്നെയും കൂടി, പിന്നെ 3 പ്രിന്റ് ചെയ്തു, അങ്ങനെ 10 വരെ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ആദ്യം സ്റ്റാർട്ട് n=1 എന്ന റെക്റ്റാങ്കിൾ ആണ്. പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പാരലോഗ്രാം ഔട്ട്പുട്ടാണ്. അത് കഴിഞ്ഞ് ഒരു പ്രോസസ്സാണ് n=n+1. ഇഫ് n < 10 നമ്മൾ ഫ്ലോ ചാർട്ടിൽ കൊടുക്കുമ്പോൾ ഇസ് എന്നായിരിക്കും കൊടുക്കുക. അത് നമ്മൾ കൈറ്റിൽ അല്ലെങ്കിൽ റോംബസിലാണ് കൊടുക്കുന്നത്. n < 10 ആണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആരോസ് ഇങ്ങനെ കൊടുത്തേക്കണം. അല്ല എന്നാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ മതി. അൽഗോരിതം ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. വളരെ ഈസി സംഭവമാണ്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. അൽഗോരിതം ആണെങ്കിലും ഫ്ലോ ചാർട്ട് ആണെങ്കിലും ഏറ്റവും ആദ്യം സ്റ്റാർട്ടും അവസാനം സ്റ്റോപ്പും ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ABC, അതായത് 3 നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്തു. സമ്മ് കാണാനായിട്ട് s=a+b+c. അടുത്ത സ്റ്റെപ്പിൽ ആവറേജ് s=s/3. സമ്മ് കണ്ടു, ആവറേജ് കണ്ടു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പ്രിന്റ് s, ആവറേജ്, അതായത് സമ്മോ ആവറേജ് നമ്മൾ പ്രിന്റ് ചെയ്തു. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. അൽഗോരിതം എന്താണ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലോജിക്കൽ എറർ ആൻഡ് സിൻടാക്സ് എറർ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോജിക്കൽ എറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാമറിൻ്റെ ലോജിക്ക്, പ്രോഗ്രാമിംഗ് ലോജിക്ക് മൂലം ഉണ്ടാകുന്ന എററാണ് ലോജിക്കൽ എറർ. സിൻടാക്സ് എറർ നമ്മൾ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ വരുന്ന എററാണ് സിൻടാക്സ് എറർ. ടൈപ്സ് ഓഫ് എറേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗിവ് ദ റീസൺ. ഇതിൽ 3 സിമ്പിൾസ് വന്നിട്ടുണ്ട്: റെക്റ്റാങ്കിൾ, പാരലോഗ്രാം, കൈറ്റ്. അപ്പോൾ ഇതിൽ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് പറയുക. അപ്പോൾ നമുക്ക് C സെലക്ട് ചെയ്യാം. കാരണം ബാക്കി രണ്ടെണ്ണത്തിലും ഒരു എൻട്രി ഒരു എക്സിറ്റേ ഉള്ളൂ. ഇവിടെ ഒരു എൻട്രി ഒരു എക്സിറ്റ്. പക്ഷേ ഡിസിഷൻ സിമ്പിൾ അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ വന്നു, ഇത് എക്സിറ്റ് ചെയ്യൂ, ചിലപ്പോൾ എക്സിറ്റ് ചെയ്യൂല, ചിലപ്പോൾ അത് കറങ്ങി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വീണ്ടും കറങ്ങി തിരിച്ച് ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടിന് മാത്രമേ ഒരു എൻട്രി ഒരു എക്സിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓഡ് വൺ എന്ന് പറയാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സെക്കൻഡ് B നോക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും മാർക്ക് ഒരു പ്രാവശ്യം തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിൾ 2 കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. ഇത് ഇൻപുട്ടിനും വേണ്ടി യൂസ് ചെയ്യാം, ഔട്ട്പുട്ടിനും യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതും ഒരു ഓഡ് വൺ ആണ്. എന്നാലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓഡ് വൺ ശരിക്കും റോംബസ് തന്നെയാണ്. ഓക്കെ, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഇസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിന് നമ്മൾ സാധാരണ പോലെ തന്നെ എലിപ്റ്റിക്കൽ സിമ്പിൾ കൊടുത്തു. ഈ ഒരു സംഭവം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. റീഡ് നം, അതായത് ഇൻപുട്ട് നം എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു നമ്മുടെ നമ്പർ. എന്നിട്ട് നമ്പർ 0 > 0 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ നമുക്കറിയാലോ, > 0 ആണെങ്കിൽ പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ പ്രിന്റ് പോസിറ്റീവ് കൊടുത്തു. അത് > 0 അല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വന്നു, <0 ആണെന്ന് ചെക്ക് ചെയ്തു. <0 ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം, അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രിന്റ് നെഗറ്റീവ് കൊടുത്തു. ഇപ്പോൾ <0 അല്ല <0 അല്ല എന്നാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കണം, ആ നമ്പർ 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ പ്രിന്റ് 0 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരക്കുക. റൈറ്റ് ആൻ അൽഗോരിതം ടു പ്രിന്റ് ദ നമ്പേഴ്സ് അപ് ടു 100 ഇൻ റിവേഴ്സ് ഓർഡർ. അപ്പം നമ്മൾ 1 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യണതൊക്കെ പഠിച്ചിട്ടുണ്ട്. 100 തൊട്ട് 1 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വളരെ ഈസിയാണ്. അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ഇട്ട് ചെയ്താൽ മതി. നോക്കുക, n=100 എന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ n പ്രിന്റ് ചെയ്തു, അപ്പോൾ 100 പ്രിന്റ് ചെയ്തു. n=n-1 എന്ന് പറയുമ്പോഴത്തേക്കും 99 ആയി. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കണം ഇഫ് n > 1 ഗോ ടു സ്റ്റെപ്പ് 3. 99 > 1 ആണല്ലോ, അപ്പോൾ നേരെ സ്റ്റെപ്പ് 3ലേക്ക് പോയിട്ട് 99 പ്രിന്റ് ചെയ്യും. ഇവിടെ വന്ന് n വീണ്ടും കുറയുമ്പോൾ 98 ആവും. 98 > 1 ആണ്, അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് 3ലേക്ക് പോകും, 98 പ്രിന്റ് ചെയ്യും. ഇവിടെ 97 ആവും, വീണ്ടും ഇങ്ങനെ പോകും. അങ്ങനെ അപ് ടു 1 വരെ അത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും റിവേഴ്സ് ഓർഡറിൽ. ഇത് ഈസി അല്ലേ? ഫൈൻ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം കിട്ടാവുന്ന കേസേ ഉള്ളൂ. It is better to give proper documentation within the program. Give reasons. Documentation കൃത്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അത് നമ്മളെ ഡീബഗ് ചെയ്യാനും പ്രോഗ്രാം മോഡിഫിക്കേഷൻ നടത്താനൊക്കെ സഹായിക്കും. പ്രോഗ്രാം ഡോക്യുമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ എഴുതിയ പ്രോഗ്രാം വേറൊരാൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ
ഈ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോഗ്രാം എങ്ങനെ യൂസ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, ഇതൊക്കെ റൈറ്റ് ചെയ്ത് ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റ്സ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് റീസൺസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് ബോട്ടം അപ്പ് ഡിസൈൻ ഇൻ പ്രോബ്ലം സോൾവിങ്. നമുക്ക് രണ്ട് തരം ഡിസൈനാണ് ഉള്ളത്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ്. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് എല്ലാ ടാസ്കുകളും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നു. ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോൾ പ്രോഗ്രാമിനെ നമ്മൾ പല പല മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഏറ്റവും താഴത്തെ മൊഡ്യൂളിൽ നിന്ന് സോൾവ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ എല്ലാ താഴത്തെ മൊഡ്യൂൾസ് എല്ലാം സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഓവറോൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടുക. എനിക്ക് ഫ്ലോ ചാർട്ട് യൂസിങ് ഗിവൺ ലേബിൾ സിമ്പിൾസ് ഫോർ ഫൈൻഡിങ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് അപ് ടു n. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കണം. നമുക്ക് എപ്പോഴും ഓർക്കാവുന്ന കാര്യം ഏറ്റവും ആദ്യം സ്റ്റാർട്ടും ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പും ആയിരിക്കും എന്നറിയാം. രണ്ടാമത്തത് മിക്കവാറും ഇൻപുട്ട് ആയിരിക്കും എന്നറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ആണ്. ഇത് എങ്ങനെ വരുമെന്ന് നോക്കാം. സ്റ്റാർട്ട് വന്നു, രണ്ടാമത് ഇൻപുട്ട് n വന്നു, ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട സം ഈക്വൽ ടു 0 a ഈക്വൽ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് സം ആഡ് ചെയ്തു, അതായത് ഈവൻ നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എ വെച്ച് ആ ഒരു നമ്പറിനെ 2 വെച്ചിട്ട് റിമൈൻഡർ കാണുകയാണ്. ഒരു നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണെങ്കിൽ അതൊരു ഈവൻ നമ്പറാണ്. അതാണ് ഈ കണ്ടീഷൻ. അങ്ങനെ ആ കണ്ടീഷൻ ട്രൂ ആയി കഴിയുമ്പോൾ ആ ഈവൻ നമ്പറിനെ സമ്മിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ എ എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എ ലെസ് ദാൻ n ആയി കഴിയുമ്പോഴത്തേക്കും അതവിടെ നിന്ന് സമ്മ് പ്രിന്റ് ചെയ്യും നമ്മൾ. അപ്പോൾ ഈ ഒരു ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏത് എററാണ് കമ്പൈലേഷൻ ടൈമിൽ നമുക്ക് മനസ്സിലാവുക എന്നുള്ളത്. കമ്പൈലേഷൻ ടൈമിൽ നമുക്ക് മനസ്സിലാവുന്ന എറർ സിൻടാക്സ് എററാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് അൽഗോരിതം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആദ്യം നമുക്കൊരു അൽഗോരിതം തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് പ്രിഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. n ഈക്വൽ ടു 2, s ഈക്വൽ ടു 0. റിപ്പീറ്റ് സ്റ്റെപ്സ് 4 and 5 while n ലെസ് ദാൻ ഓർ n 2 ആണ്, s 0 ആണ്. s ഈക്വൽ ടു 0 + 2. അപ്പോൾ എസിൻ്റെ വാല്യൂ ആദ്യം 2 ആയി, എന്നിൻ്റെ വാല്യൂ 2 വെച്ച് കൂടി, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആയി. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ, അതായത് ആദ്യം 2 + 4 + 6 + 8 + 10. കാരണം n 2 വെച്ച് ആഡ് ചെയ്യണതുകൊണ്ട് 2യുടെ കൂടെ ആദ്യം 4 ആഡ് ചെയ്യും, പിന്നെയും 2 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യും, പിന്നെയും 2 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 8 ആഡ് ചെയ്യും, പിന്നെയും 2 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യും. അപ്പോൾ സമ്മാണ് കാണുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ 2 + 4 + 6 + 8 + 10. അപ്പം അതിൻ്റെ സമ്മ് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ആണ്. ഇനി അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് വരയ്ക്കുക. n ഈക്വൽ ടു s ഈക്വൽ ടു 0 while n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ ഈ 2 സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. n ലെസ് ദാൻ 10 അല്ലെങ്കിൽ s പ്രിന്റ് ചെയ്യണം. ആ 2 കണ്ടീഷൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ n ലെസ് ദാൻ ഓർ 10 ആകുമ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അത് കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലാന്നാണെങ്കിൽ സമ്മ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഡ്രോയിങ് ഫ്ലോ ചാർട്ട് ടു ഇൻപുട്ട് 10 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദിയർ ആവറേജ്. ഞാനൊരു എളുപ്പ മെത്തേഡിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് 10 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് a തൊട്ട് j വരെ ഡിഫറെൻറ്റ് വേരിയബിൾസ് സമ്മ് കാണാനായിട്ട് a തൊട്ട് j വരെ ആഡ് ചെയ്തു, ആവറേജ് ഇക്വൽ സം ബൈ 10 പ്രിന്റ് ആവറേജ്. ഒരു എളുപ്പ മെത്തേഡിൽ ഈസി ആയിട്ട് ഓർക്കാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചതാണ്. പിന്നെ വേറെ മെത്തേഡൊക്കെ ഉണ്ട്. അടുത്ത് നോക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിൻ്റെയും ഫ്ലോ ചാർട്ടിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കണതാണ്. നമുക്ക് അൽഗോരിതത്തിൻ്റെത് ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ്. ഇൻപുട്ട് ഉണ്ടാവണം, അതിൽ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യാം. ഓരോ ഇൻസ്ട്രക്ഷനും പ്രിസൈസും അൺആംബിഗ്വസും ആയിരിക്കണം, കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടാവരുത്. പിന്നെ ടൈം ടേക്കൺ ടു ക്യാരി ഔട്ട് ഈച്ച് സ്റ്റെപ്പ് ഷുഡ് ബി ഫൈനൈറ്റ്. ഓരോ സ്റ്റെപ്പും ഒരു കൃത്യ സമയത്തിൽ തീരണം. അതുപോലെ തന്നെ അവസാനം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കണം. പിന്നെ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് ഫ്ലോ ചാർട്ട്. എങ്ങനെയുണ്ടായിരുന്നു 4th ചാപ്റ്റർ? ഈസി ആയിരുന്നില്ലേ? ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്കും മേടിക്കാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ 5th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.